ആ ഒരു ആർട്ട് ഗാലറി പോലെ ഇരിക്കുന്നു. എൻ്റെ ദൈവമേ, ഇവിടെ എന്തോ ഒരു സ്പോട്ട്, ഒരു വൈറ്റ് സ്പോട്ട്. ഓ, ഇതിങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാനൊക്കെ പറ്റൂല്ലേ? ഇപ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗ് അഥവാ IPL ക്രിക്കറ്റിന്റെ കാലഘട്ടമാണല്ലോ. ഈ സമയത്ത് നമുക്ക് ജിയോ സിനിമ വഴി നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാവർക്കും IPL ക്രിക്കറ്റ് കളി കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ കുറച്ചുകൂടി മികച്ച ഒരു ക്രിക്കറ്റ് എക്സ്പീരിയൻസ് നൽകുന്നതിന് വേണ്ടി ജിയോ പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന ഒരു വലിയ വിലയില്ലാത്തൊരു പ്രോഡക്റ്റാണ് ജിയോ ഡൈവ്. ഇതൊരു 360 ഡിഗ്രി VR എക്സ്പീരിയൻസ് നൽകുന്ന ഒരു VR ഗ്ലാസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ണാടി പോലെ വെയർ ചെയ്തുകൊണ്ട് നമുക്ക് IPL ക്രിക്കറ്റ് നമുക്ക് 360 ഡിഗ്രിയിൽ കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു VR ഗ്ലാസ് കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 100 ഇഞ്ച് സൈസുള്ള ഒരു വലിയ TV-യിൽ നമുക്ക് കളി കാണുന്ന ഒരു എക്സ്പീരിയൻസും ഒക്കെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. വലിയ വിലയൊന്നുമില്ല. നമുക്ക് ഈ ഒരു VR ഹെഡ്സെറ്റിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിനകത്ത് ഇതുപോലെ പ്ലേ സ്റ്റോറിൽ നിന്നും ജിയോ ഇമേഴ്സ് എന്ന പേരിൽ ഇതുപോലൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതിനകത്ത് നമുക്ക് ഈ VR ഹെഡ്സെറ്റ് വഴി നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒരു ഡ്യുവൽ സ്ക്രീനിലേക്ക് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് മെയിനായിട്ട് കാണിക്കുന്നത് IPL ഗെയിമാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ മെയിനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഫോൺ എടുത്ത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗം ഇതുപോലെ അടയ്ക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന S23 Ultra ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ S23 Ultra ഇതിനകത്ത് ഈ ഒരു ഇതിൻ്റെ ഒരു സൈസ് കൊണ്ട് ഇതിനകത്ത് ഇരിക്കില്ല. ഇത് കുറച്ചുകൂടെ ചെറിയ ഒരു സ്ക്രീൻ സൈസുള്ള ഫോണുകൾ മാത്രമേ ഇതിനകത്ത് ഇരിക്കൂ. ഒരുപാട് വലുതിരിക്കില്ല എന്നേ ഉള്ളൂ. കുഴപ്പമില്ല. ഞാൻ അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഈ 3 സ്ട്രാപ്പുകൾ ഇത്തരത്തിൽ നമ്മുടെ തലയിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. വെച്ച് കഴിഞ്ഞിട്ട് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഇവിടെ 3 ബട്ടണുകളുണ്ട്. ഈ 2 ഭാഗത്തെ ബട്ടണുകൾ ഇതുപോലെ മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ആ ലെൻസ് ഇതുപോലെ കണ്ണിനോട് അടുത്തും മുന്നോട്ടും കൊണ്ടുപോയി ആ ഫോക്കസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ മുകളിലായിട്ട് ഇത്തരത്തിലൊരു ബട്ടൺ, ഈ ഒരു ഭാഗത്തായിട്ടൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ആ 2 ലെൻസുകളെ കമ്പൈൻ ചെയ്യുന്നതിന്, ആ ഒരു ഡിസ്റ്റൻസ് ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഈ ഒരു സെൻറ്ററിലെ ബട്ടൺ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ഡോട്ട് നമുക്ക് കാണാം. ആ ഡോട്ട് കൊണ്ടുവന്ന് താഴെ ഇതുപോലെ മെനു സിസ്റ്റം കാണാം. ബാക്ക് ബട്ടൺ ഉണ്ട്, ഹോം സ്ക്രീൻ കാണുന്നുണ്ട്, അതുപോലെ റീസെൻറ്റർ ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക്, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഈ കാണുന്ന താഴത്തെ ഒരു ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോം ബട്ടൺ കയറി ഇതിനകത്തേക്ക് ചെല്ലാം. ഇതിനകത്ത് ചെല്ലുമ്പോൾ ജിയോ സിനിമയുടെ IPL സെക്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ജിയോ സിനിമ വഴിയുള്ള IPL മാച്ചുകളാണ് ഈ ഒരു ആപ്പ് വഴി, അതായത് ജിയോ ഇമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് വഴി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ലൈവ് മാച്ചുകളൊന്നും നടക്കുന്ന സമയത്തല്ല ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ പല മാച്ചുകളുടെയും ഹൈലൈറ്റുകൾ നമുക്കിവിടെ കാണാനുള്ള ചെറിയ ചെറിയ തമ്പനയിൽ കാണാം. അതിലേക്ക് നമ്മളിങ്ങനെ നമ്മുടെ തല മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഒരു ചെറിയ ഡോട്ട് ഇതിനകത്ത് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം, മൗസ് പോയിന്റർ പോലെ. അത് കൊണ്ടുവന്നിട്ട് ഏത് മാച്ചാണോ നമുക്ക് കാണേണ്ടത് അതിനകത്ത് കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ താഴത്തെ ബട്ടൺ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാച്ച് അവിടെ പ്ലേ ആവുന്നു. ദൈവമേ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഒരു വലിയ ഞാൻ എങ്ങനെയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് എനിക്ക് തന്നെ അറിയാൻ, കാരണം ഞാൻ ഇതിനകത്ത് നിന്നുകൊണ്ട് ഇത് കാണുന്നുണ്ട്. ഒരു 100 ഇഞ്ച് സൈസുള്ള ഒരു വലിയ സ്ക്രീനകത്ത് ഇരുന്നുകൊണ്ട് ഞാൻ ക്രിക്കറ്റ് കളി കാണുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഈ ഹൈലൈറ്റ് മാച്ചുകൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതുപോലെ ഞാൻ ഇത്തരത്തിൽ ഇടത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്ക് 360 ഡിഗ്രിയിൽ എനിക്ക് തല റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇരുന്ന് ഈ കളി കാണുന്ന ഒരു ഹാളിനകത്ത് ഇരുന്ന് കളി കാണുന്ന ഒരു രീതിയാണ്. ഒരു കിഡിലൊരു റൂമിനകത്ത് ഇരുന്ന് ക്രിക്കറ്റ് കളി കാണുന്ന ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബംഗ്ലാവ് പോലത്തെ ഒരു കെട്ടിടത്തിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു 100 ഇഞ്ചിൻ്റെ ഒരു TV വെച്ചിട്ട് അതിലിരുന്ന് കളി കാണുന്ന രീതിയിലാണ് ഇപ്പോൾ എനിക്കിവിടെ കളി കാണാൻ സാധിക്കുന്നത്. അടിപൊളി സെറ്റപ്പ്. ഈ ഒരു വലിയ സ്ക്രീനിലൂടെ ഇത്തരത്തിൽ ക്രിക്കറ്റ് മാച്ച് കാണുന്ന ഒരു രീതിയിൽ എനിക്ക് ഈ ഒരു ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് എനിക്കിപ്പോൾ ഇത് കാണാൻ സാധിക്കും. അതുപോലെ ഇതിപ്പോൾ ഹൈലൈറ്റ് കാണുമ്പോൾ ഉള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത്. അതുകൂടാതെ ജിയോയുടെ ലൈവ് മാച്ചുകൾ നടക്കുമ്പോൾ ഇതിനകത്ത് 360 ഡിഗ്രിയിൽ മാച്ചുകൾ കാണാൻ സാധിക്കുമെന്നാണ് കേട്ടത്. അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. അതായത് നമ്മളൊരു സ്റ്റേഡിയത്തിനകത്ത് ചെന്നിരുന്ന് കളി കാണുന്നത് പോലെ 360 ഡിഗ്രിയിൽ നമുക്ക് കളി കാണാം. ഇപ്പോൾ ഈ കാണുന്ന ഹൈലൈറ്റ് ഒക്കെ ഒരു 100 ഇഞ്ച് സ്ക്രീനിൽ കാണുന്ന രീതിയിലാണ് കാണുന്നത്. എന്നാൽ ലൈവ് മാച്ച് നടക്കുമ്പോൾ ഓർക്കുക 360 ഡിഗ്രി ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന മത്സരങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പോലെ IPL മത്സരങ്ങൾ നമുക്ക് ആ ഒരു സ്റ്റേഡിയത്തിൽ ഇരുന്ന് കാണുന്ന രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ബാറ്റ്സ്മാൻ അവിടെ നിന്ന് 6 അടിച്ചു കഴിഞ്ഞാൽ ആ ബോൾ പോകുന്ന രീതിക്ക് നമുക്ക് ഇതുപോലെ ഈ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ബോൾ പോയ പൊസിഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നും, ഇത് ജിയോയുടെ ഈ പറയുന്ന IPL മാച്ച് കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. അല്ല, നമുക്ക് ഇത്തരത്തിലുള്ള VR ഹെഡ്സെറ്റിൻ്റെ സപ്പോർട്ടിംഗ് 360 ഡിഗ്രി വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ നമുക്ക് ലഭിക്കും. യൂട്യൂബിൽ ഇത്തരത്തിൽ 360
360 VR വീഡിയോ എന്നതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ VR ഹെഡ്സെറ്റ് വഴി നമുക്ക് കാണാൻ സാധിക്കുന്ന ഇത്തരം 360 വീഡിയോസ് നമുക്ക് യൂട്യൂബിനകത്ത് തന്നെ നമുക്ക് കിട്ടും. അവ ഇതുപോലെ പ്ലേ ചെയ്യുക. പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ താഴെ കണ്ടില്ലേ, ഇവിടെ മാക്സിമൈസ് ചെയ്യുന്ന ഈ ഒരു ബട്ടണിനോടൊപ്പം തന്നെ ഈ ഒരു VR ഹെഡ്സെറ്റിന്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ VR ഹെഡ്സെറ്റ് വഴി കാണത്തക്ക വിധത്തിൽ 2 സ്പ്ലിറ്റ് സ്ക്രീൻ വഴി നമുക്ക് ഈ വിഷ്വലുകൾ ഇതുപോലെ 3D വിഷ്വലുകൾ നമുക്ക് കാണാം. ഫോൺ എന്നിട്ട് ഇതുപോലെ ഇതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന യൂട്യൂബിലുള്ള 360 ഡിഗ്രിയിലുള്ള VR വീഡിയോകൾ, വെർച്വൽ റിയാലിറ്റി വീഡിയോകൾ പോലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനകത്ത് ഞാൻ കണ്ട ഒരു കുറവെന്ന് പറയുന്നത് ജിയോ ഇമേഴ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ജിയോയുടെ IPL മാച്ച് കാണാനുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ജിയോ നമ്പർ കൊടുത്തിട്ട് ആ ഒരു ജിയോ നമ്പറിലേക്ക് വരുന്ന ഒരു 6 ഡിജിറ്റ് പാസ് കോഡ് കൂടെ കൊടുത്തുകൊണ്ട് വേണം ആ ഒരു ആപ്പിനകത്തേക്ക് ലോഗിൻ ചെയ്യാൻ. അപ്പോൾ ജിയോ ഇമേഴ്സ് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിക്കണമെങ്കിൽ ഒരു ജിയോ നമ്പർ വേണം എന്നുള്ളതാണ്. അത് വേറെ ആരെങ്കിലും ജിയോ നമ്പർ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് നിന്ന് ആ പാസ് കോഡ് എടുത്ത് കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതേസമയം യൂട്യൂബിലുള്ള ഇത്തരത്തിൽ നേരത്തെ കണ്ട തരത്തിലുള്ള മറ്റ് 360 ഡിഗ്രി VR വീഡിയോകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് ജിയോയുടെ നമ്പർ വേണമെന്നൊന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ അത്തരം വീഡിയോകൾ നമുക്ക് ഈ ഒരു VR ഹെഡ്സെറ്റിലൂടെ വാച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലൊരു ബോക്സിനകത്താണ് ജിയോ ഡൈവ് വരുന്നത്. ഇവിടെ ഇതുപോലെ ജിയോ ഡൈവ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇമേഴ്സീവ് 360 VR എക്സ്പീരിയൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രൈസ് പ്രിന്റഡ് എന്ന് പറയുന്നത് 2499 രൂപയാണ്. അത്ര ഇല്ല നമുക്ക് ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത്. ബിഗ് സ്ക്രീൻ വ്യൂയിങ് എക്സ്പീരിയൻസ്, അതുപോലെ 360 ഡിഗ്രി VR എക്സ്പീരിയൻസ്, അതുപോലെ ഫോൺ കമ്പാറ്റബിലിറ്റി ഉണ്ട്. ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് കാണാം. അതുപോലെ എർഗണോമിക് ഫിറ്റ് ആണ്. അതുപോലെ അൺലിമിറ്റഡ് VR കണ്ടന്റ് നമുക്ക് ഇതിൽ വാച്ച് ചെയ്യാം. ഈസി ടു യൂസ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ റിലയൻസിൻ്റെതാണെന്ന് പറയുന്നത്. ഇതിനകത്ത് ഇതിൻ്റെ ഒരു ക്വിക്ക് യൂസർ ഗൈഡ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് കേട്ടോ, വെയിറ്റ് ഒക്കെ വളരെ കുറച്ച്. വേറെ ഒന്നുമില്ല ഈ ബോക്സിനകത്ത്, വേറെ ഇതല്ലാതെ വേറെ കണ്ടന്റുകളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഹെഡ്സെറ്റ് പുറത്തേക്ക് എടുക്കാം. യെസ്, ഇവിടെ ഒരു പ്രൊട്ടക്റ്റീവ് സ്റ്റിക്കർ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വലിച്ചിളക്കാം. ഒരു ക്ലീനിങ് ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് VR ഹെഡ്സെറ്റ്. വളരെ ലൈറ്റ് വെയിറ്റ്. ബിൽഡ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ കുറച്ചൊരു ബിൽഡ് ക്വാളിറ്റി ഒരു കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ മനസ്സിലാവും. വളരെ ക്വാളിറ്റി കുറഞ്ഞൊരു മെറ്റീരിയലാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കെന്ന് തോന്നുന്നു. നമ്മൾ ഈ നോക്കുന്ന ഈ ഒരു ഭാഗത്തെ ലെൻസിനകത്തേക്ക് ഇതുപോലെ പ്രൊട്ടക്റ്റീവ് ഫിലിംസ് ഉണ്ട്. അത് ഊരി മാറ്റട്ടെ. അല്ല, ഈ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയാൻ ഇതിന്റെ വിലയും അത്രയല്ലേ ആകുന്നുള്ളൂ, വളരെ ചെറിയ പ്രൈസ് മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ ഒരു വിലക്കുറവ് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ കാണാനാണ്. യെസ്, ഇത് നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് ഇതുപോലെ ഇളക്കിക്കൊണ്ട് വേണമെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു ലെങ്ത് ഒക്കെ ഈ 2 സൈഡിലെയും സ്ട്രാപ്പ് ഇതുപോലെ നമുക്ക് ഇളക്കിയിട്ട് റീ അലൈൻ ചെയ്തുകൊണ്ട് നമുക്കിത് ഫിറ്റായ രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും. 2 സൈഡിലും അല്ല, ഈ മുകളിലത്തെ ഈ ഒരു സ്ട്രാപ്പും ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇത് നമ്മുടെ തലയിൽ വയ്ക്കാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലെ തലയിൽ വെച്ചതിന് ശേഷം ഈ സ്ട്രാപ്പ് ഊരി ഫിറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു പക്ഷേ നല്ലത്. യെസ്, ഇതിൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഈ ഒരു രീതിയിലാണ്. നമ്മൾ ഫേസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വിലയാണ് സത്യത്തിൽ എന്നെ ഞെട്ടിച്ചത്. 1299 രൂപയ്ക്ക് നമുക്ക് ജിയോ മാർട്ട് വഴി നമുക്ക് വാങ്ങാൻ സാധിക്കും ഈ ഒരു പ്രോഡക്റ്റ്. ഞാൻ ജിയോ മാർട്ട് വഴിയാണ് വാങ്ങിയത്. ഞാൻ ഓർഡർ കൊടുത്ത ഒരു 4 ദിവസം കൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ലഭിച്ചു. കുറച്ചുകൂടി ഒരു മെട്രോപൊളിറ്റൻ ഏരിയകളിലൊക്കെ താമസിക്കുന്നവർക്ക് എനിക്കൊന്ന് 2 ദിവസത്തിനുള്ളിലൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുമെന്ന് തോന്നുന്നു. എന്ത് തന്നെയായാലും IPL മാച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഹൈലൈറ്റ്സ് കണ്ടു. 360 ഡിഗ്രിയിൽ അത് ഇതുവരെ കണ്ടിട്ടില്ല. ഹൈലൈറ്റ്സ് കണ്ടു. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ കയ്യിലുള്ള സാധാരണ മൊബൈൽ മതി. നിങ്ങൾക്ക് ടിവിയിലൊന്നും അല്ല, ഒരു 100 ഇഞ്ച് ടിവിയിൽ കാണുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു VR ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് ഗെയിമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഗെയിം മാത്രമല്ല, യൂട്യൂബിലെ 360 വീഡിയോകൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ദോഷമായിട്ട് എനിക്ക് തോന്നിയത്, ഇത് ഒരുപാട് സമയം ഈ ഒരു ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് നമ്മൾ കളികളൊക്കെ കണ്ടാൽ അത് കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം എനിക്ക് ചെറിയ തലവേദന ഉണ്ടായിരുന്നു ഞാൻ ഈ ഹെഡ്സെറ്റ് വെച്ച് കണ്ടു തുടങ്ങുമ്പോൾ. ആ തലവേദന കുറച്ചേരം ഇതിനകത്ത് വെച്ച് കളി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന കൂടി. അപ്പോൾ ഈ ഒരു ലെൻസൊക്കെ കണ്ണിനോട് വളരെ അടുത്ത് വെച്ചിട്ട് കാണുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കുറച്ച് ഒരു സ്ട്രെയിൻ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ജിയോ ഡൈവ്.